ഇന്ന് നമ്മളിവിടെ ചെയ്യണത് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഒരു ചെറിയൊരു ഉപ്പേരി പോലെ കാച്ചിട്ട് 4 മണിക്ക് കഴിക്കാനാണ് കേട്ടോ. വെറുതെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ജാനൊക്കെ അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഇന്നത് കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മടുപ്പ്. അപ്പം അതുകൊണ്ട് സിയ കഴിക്കും, ജാൻ കഴിക്കും, ദിയമോള് കഴിക്കില്ല. അപ്പം ദിയയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇങ്ങനെ കാച്ചി കൊടുക്കാന്ന് വെച്ചാൽ കൊള്ളിയൊക്കെ ഇങ്ങനെ ഉപ്പേരി കാച്ചി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചുവന്നുള്ളി നന്നാക്കി വെച്ചതാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ സ്വർണം പോലെ ഇരിക്കണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. അപ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണല്ലോ വെളിച്ചെണ്ണ യൂസ് ചെയ്യണേ. ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും ഞാൻ. അങ്ങനെയായിരുന്നു. അതായത് ശ്രദ്ധയൊന്നുമില്ല, നമുക്ക് വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്ര വലിയ അധികമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് യൂസ് ചെയ്യണത്. ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ എനിക്ക് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഉള്ളി കാച്ചാൻ പറയില്ലേ, അങ്ങനെ. അപ്പോൾ അത് കാച്ചാൻ വേണ്ടിയിട്ട് അതിൽ വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് എനിക്ക് വേറെ അവിടെ ബേബി കരഞ്ഞു. അപ്പോൾ ബേബീനെ പോയി എടുത്തു കൊണ്ടുവരാൻ പോയി. പിന്നെ അവന് കുറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവന് റാഗി പൗഡർ കൊടുത്തു തുടങ്ങി. വളരെ കുറച്ച്, ഇപ്പോൾ 6 മാസമായല്ലോ. അപ്പോൾ അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പാത്രത്തിൽ അത് ഒരു സൈഡിൽ അത് കുറുക്കാൻ വെച്ചു. അപ്പോൾ അവർ 4 മണിക്ക് വരുമ്പോഴത്തേക്കും ചൂടോടുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്തെ ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മുൻപേ ഉണ്ടാക്കി വെക്കാം. ഇത് ഒരു വണ്ടി വരിക എന്ന് പറഞ്ഞാൽ 4:30 ആകുമ്പോഴാണ്. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഇതൊക്കെ ആക്കി സെറ്റാക്കി വെച്ച് ഞാൻ ചായ അടക്കം കരുതി വെക്കും. ചായ അല്ലായിരുന്നു കേട്ടോ, കോഫി ആയിരുന്നു. അപ്പം അതാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ന സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ബേക്കറി സാധനങ്ങൾ വാങ്ങൽ വളരെ കുറവാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളി മരിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ ചെയ്തൊരു മണ്ടത്തരം ഇപ്പോൾ കാണാം. ഇത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും സെയിം വാശി പിടിച്ചപ്പോൾ ഇത് ചിലപ്പോൾ കുത്തൽ മണം വന്നിട്ടോ വെച്ചിട്ട് ഞാനൊന്ന് മാറിപ്പോയി. മാറിപ്പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഉള്ളി നല്ല പോലെ ഒന്ന് കരിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞിട്ടുമില്ല, എന്നാ മൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. പിന്നെ അതിട്ടിട്ട് അങ്ങോട്ട് തിരിച്ചു കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ അങ്ങനെ തന്നെ അതിലിട്ടിട്ട് കാച്ചിയെടുത്തു. അപ്പുറത്ത് കുറുക്ക് ശരിയാവണുണ്ട്. കുഞ്ഞിൻ്റെ ഉള്ള കുറുക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറുക്ക് കൊടുക്കാൻ നല്ല ഈസി ആയിട്ട് തോന്നിയത്. അപ്പം അത് വെച്ചിട്ടാണ് അവന്. അപ്പം അവൻ്റെ അത് കുറുക്കി വെച്ച് ഒന്നാറുമ്പോഴത്തേക്കും അവന് നേരി ചൂട് വേണം. ചൂടില്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കില്ല. അപ്പം അതേ കാപ്പിയും മധുരക്കിഴങ്ങ് ഉപ്പേരിയും കൂടി കഴിച്ചു. അപ്പം ഞാൻ വന്നപ്പോൾ ചോദിച്ചു, എന്തിനാ അമ്മ ഇത് വെച്ചത്, എനിക്ക് പുഴുങ്ങി തന്നാൽ മതിയായിരുന്നില്ലേ. നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ.